നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ ഈ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ എന്താണെന്ന് അച്ഛന് മനസ്സിലാവും. നീ എത്ര കാലമാണ് ഇങ്ങനെ അനിയത്തിമാരെ താങ്ങി ജീവിക്കുന്നത്? നിനക്കും വേണ്ടേ അതിൽ നിന്നൊരു മോചനം? അച്ഛനായ എനിക്ക് മക്കളെ എല്ലാം സംരക്ഷിക്കേണ്ട കടമയുണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ നിനക്കങ്ങനെയല്ലല്ലോ. നിനക്കൊരു കുടുംബമില്ലേ? എന്നിട്ടും നീ ഇതുവരെ അച്ഛനും അനിയത്തിമാർക്കും ഒക്കെ വേണ്ടി കഷ്ടപ്പെട്ടത് തന്നെ വലിയ കാര്യം. ഇന്ദ്രൻ മനസ്സുമാറി അനുവിനെ വിളിച്ചുകൊണ്ട് പോയാലും ചീരും മക്കളും ഇനി ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇപ്പൊ ഞാനും ഉണ്ടല്ലോ. രഘു, തിങ്കളാഴ്ച ഞാൻ മഞ്ചാടിയെ കോളേജിലേക്ക് കൊണ്ടുവിടാൻ വരുമ്പോ അമ്പിളിയും മോളെയും കൂടി ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. എന്തിന്? അല്ല, അവരിപ്പോ എന്തിനാ അമ്മ അങ്ങോട്ട് വരുന്നത്? അവരിനി മുതല് നിന്റെ കൂടെ താമസിക്കട്ടെ രഘു. നീ ഇന്ന് തന്നെ ശശിയോട് കാര്യം പറഞ്ഞാ നിങ്ങൾക്ക് താമസിക്കാനുള്ളൊരു വീട് അവൻ തന്നെ ശരിയാക്കി തരും. വേണമെങ്കിൽ ഈ കാര്യം ഞാൻ ശശിയോട് വിളിച്ച് പറയാം. അതൊന്നും വേണ്ട അമ്മ. അമ്പിളിക്ക് ഇപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. തൽക്കാലം ഞങ്ങള് ഇവിടെ നിന്ന് എങ്ങോട്ട് മാറാൻ പോകുന്നില്ല. അതെ അച്ഛാ, ഞാനും എന്റെ അനിയത്തിമാരും തമ്മിലുള്ള വഴക്കൊന്നും അച്ഛൻ കാര്യമാക്കണ്ട. അതൊക്കെ പണ്ടും ഉണ്ടായിരുന്നതാ. പക്ഷേ ഇപ്പൊ ഞാൻ എന്തെങ്കിലും മുഖം കറുപ്പിച്ച് പറഞ്ഞാ എന്റെ അനിയത്തിമാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അവരും വളർന്നു വലുതായി എന്നുള്ള ചിന്ത കൊണ്ടാവും. സത്യത്തിൽ അത് മനസ്സിലാക്കി പെരുമാറേണ്ടത് ഞാന്. ഇനി മുതല് അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വാക്കും എന്റെ വായിന്ന് വീഴാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛാ. മോളെ, വേണ്ടമ്പിളി, നീ നിന്റെ അനിയത്തിമാരെ പേടിച്ച് വായടച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എന്നും നീയായിട്ട് തന്നെ ജീവിച്ചാ മതി. അതിവിടെ പറ്റില്ലെന്ന് തോന്നിയാ പറ്റാവുന്നൊരു സാഹചര്യത്തിലേക്ക് മാറണം. അപ്പോ ഞങ്ങളെ ഈ പേരും പറഞ്ഞ് ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്കാണോ അച്ഛൻ? നീ എന്ത് കരുതിയാലും കുഴപ്പമില്ല. തിങ്കളാഴ്ച നമ്മൾ ഒരുമിച്ച് ഈ വീട്ടിൽ നിന്ന് പോകുന്നു. അതിനകം നീ അവിടെ ഒരു വീട് റെഡിയാക്കണം രഘു. അല്ല അമ്മവ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? അടുത്ത മാസം മഞ്ചാരിയുടെ എൻഗേജ്മെന്റാ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങൾ മാറിക്കോളാം. അതുപോലെ രഘു, മഞ്ചാടി കോളേജിലേക്ക് പോയി തുടങ്ങിയ അവൾക്ക് താമസിക്കാൻ ഒരു ഇടം വേണം. അതിന് നീയും അമ്പിളിയും അവിടെ ഉണ്ടാവുകയും വേണം. നിങ്ങളുടെ കൂടെയല്ലാതെ മറ്റൊരിടത്തും അവളെ താമസിപ്പിക്കാൻ എനിക്ക് അത്രയ്ക്ക് ധൈര്യമില്ല. എങ്കിൽ വേറൊന്നും ആലോചിക്കേണ്ട രഘുവേട്ട. അച്ഛന്റെ മനസ്സമാധാനല്ലേ നമുക്ക് വലുത്. ഇവിടെ ഉണ്ടായ വഴക്കിന്റെ പേരിൽ നിങ്ങൾ താമസം മാറിയാ മഞ്ചാടിക്ക് വേണ്ടി നിങ്ങൾ അവിടെ വീടെടുത്ത് നിൽക്കുന്നു അവൾക്ക് തോന്നേയില്ല. നിങ്ങൾക്കവിടെ വീടുള്ളപ്പോ താമസിക്കാൻ ഹോസ്റ്റലോ മറ്റ് സൗകര്യങ്ങളോ ഒക്കെ വേണോന്ന് അവൾക്ക് ആവശ്യപ്പെടാനും കഴിയില്ല. രഘുവിന് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലായി അമ്മാവ. വീടിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മാവൻ തിങ്കളാഴ്ച ഇവരും കുട്ടിങ്ങ് വന്നാൽ മതി. ശരി, പോട്ടെ അമ്പിളി. പിന്നെ ഇപ്പൊ അമ്മാവൻ പറഞ്ഞത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അതൊക്കെ എനിക്കറിയാം. രഘുവേട്ടൻ സമാധാനമായിട്ട് പൊയ്ക്കോ. ശരി, ചെല്ല്. ശരി. ഇന്ദ്രേട്ടൻ ഇനി വേഗം പോയിക്കോ. ഇപ്പൊ തന്നെ ടൈം ഒരുപാടായി. വണ്ടി ഓടിച്ച് അവിടം വരെ എത്തണ്ടേ? അത് കുഴപ്പമില്ല, ഞാൻ അനുവിന് മോനെ വീട്ടിലിറക്കി തരാം. അത് വേണ്ട ഇന്ദ്രേട്ട. വീട്ടുപടിക്കൽ വരെ വന്നിട്ട് അവിടെ കയറാതെ പോകുന്നത് ശരിയല്ലല്ലോ. വീട്ടിൽ കയറിയ ഇന്ദ്രേട്ടൻ വീണ്ടും ലേറ്റ് ആവും. ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം.
ശരി. ദാനു വാങ്ങിച്ചോ. എന്താ ഇന്ദ്രേട്ടാ ഇത്? അനുവിനൊരു സാരിയും മോനൊരു ഡ്രസ്സും ഇന്നലെ വാങ്ങിയിട്ട് വണ്ടിയിൽ വെച്ചതാ. വിവാഹ വാർഷികമൊക്കെ ആയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണ്ടേ? ദാ. കുറേ നാളുകൾക്ക് ശേഷം തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയ നല്ലൊരു ദിവസമായിരുന്നു. താങ്ക്സ് ഇന്ദ്രേട്ടാ. അമ്പിളിയുടെയും ചീരുവിൻ്റെ മക്കൾ കൂടി ഡ്രസ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു. അതുപോലെ അച്ഛനും. അത് പിന്നെ ഒന്നിനും സമയം കിട്ടിയില്ല. ഇങ്ങോട്ട് വരാൻ കഴിയുമെന്ന് പോലും സംശയമായിരുന്നു. തിരക്കൊഴിയുമ്പോൾ ഒരു ദിവസം ഞാൻ വരാനും. നമുക്ക് പുറത്തു പോയി എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങണം. എല്ലാവരും ഒരുമിച്ചിരുന്ന ആഹാരമൊക്കെ കഴിക്കണം. അതൊക്കെ ഒരു സന്തോഷമല്ലേ? ഇന്ദ്രേട്ടൻ ഫ്രീ ആവുമ്പോൾ വിളിച്ചാൽ മതി. ഇപ്പൊ തിരക്കുള്ളത് കൊണ്ടാ ഇന്ദ്രേട്ടൻ വീട്ടിലേക്ക് വരാതിരിക്കുന്നതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം. സത്യം കടയിലുള്ളപ്പോൾ എനിക്ക് എത്ര സമയം വേണമെങ്കിലും കിട്ടുമായിരുന്നു. പക്ഷേ അവൻ പോയതോടെ എല്ലാം താളം തെറ്റി. സത്യൻ എൻ്റെ കൂടെ അല്ലാതെ എനിക്ക് പറ്റില്ലനോ. അവനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ അവനെ തല്ലിയത്, അല്ലാതെ വെറുപ്പ് കൊണ്ടല്ല. സത്യൻ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവനെ പോയി കണ്ട് മാപ്പ് ചോദിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അവൻ ഈ നാട്ടിൽ നിൽക്കാതെ എങ്ങോട്ടെങ്കിലും പോയിരിക്കാനാണ് സാധ്യത. ഇല്ല ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യൻ എവിടേക്കും പോയിട്ടില്ല. അവൻ നാട്ടിൽ തന്നെയുണ്ട്. എവിടെ? സത്യൻ എവിടെയാണ് ഉള്ളത്? ദാസങ്ങളുടെ കൂടെ. തൽക്കാലം ആരും അറിയാതെ അവനവിടെ കഴിയുവാ. അല്ല, എനിക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുവാനോ? നീ അവനെ ഒന്ന് വിളിച്ച് പറയാവോ? ഇന്ദ്രേട്ടൻ അനിയനെ കാണാൻ ഞാനെന്തിനാ വിളിച്ചു പറയുന്നത്? ഇന്ദ്രേട്ടൻ അവനെ കാണണമെന്ന് ആത്മാർത്ഥമായി തോന്നിയെങ്കിൽ പോയി കാണണം. അതിനാരുടെയും സമ്മതം ആവശ്യമില്ലല്ലോ. അതിന്റെ പേരിൽ ഒന്നും ഉണ്ടാവാനും പോകുന്നില്ല. ശരിയാനോ. സത്യൻ സുരക്ഷിതമായിട്ട് ഒരിടത്തുണ്ടെന്ന് അറിഞ്ഞല്ലോ. അത്രയും ആശ്വാസം. ആ, എന്നാ ഞാൻ പോട്ടെ. ഉച്ചമോനെ, അച്ഛൻ പോയിട്ട് വരട്ടെ. ടാറ്റ കൊടുക്ക്. ടാറ്റാ. ഇന്ദ്രേട്ടാ,